നടൻ ദിലീപ് ജനപ്രിയ നായകനാവുന്നതിനൊക്കെ മുമ്പ് അദ്ദേഹത്തിനെ ആ ഒരു യാത്രയിലേക്ക് ജനപ്രിയ നായകൻ എന്ന യാത്രയിലേക്ക് സഹായിച്ച കുറെ സിനിമകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സിനിമ തന്നെയായിരുന്നു പഞ്ചാബി ഹൗസ്. പഞ്ചാബി ഹൗസ് റിലീസായ വർഷം 1998. ആ ഒരു വർഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. അദ്ദേഹം വിവാഹിതനായ വർഷമാണ്. എന്തായാലും 1998 എന്ന ഒരു വർഷത്തെ ദിലീപിന്റെ കരിയറിനെ കുറിച്ച്, അദ്ദേഹം ചെയ്ത സിനിമകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സിനിമ നമുക്ക് പഞ്ചാബി ഹൗസ് തന്നെ എടുക്കാം. ഞാൻ ആ ഒരു റിലീസായ ഒരു ഓർഡറിലൊന്നും അല്ല പറയുന്നത്, എങ്കിലും ആ വർഷം ഏറ്റവും വലിയ ഹിറ്റ്, ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളായ ഒരു സിനിമ, ദിലീപിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളായ സിനിമ പഞ്ചാബി ഹൗസ്. ഇപ്പോൾ പഞ്ചാബി ഹൗസ് സിനിമയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അത് കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. റാഫി മെക്കാട്ടിൻ എന്ന ഇരട്ട സംവിധായകർ, ഇരട്ട തിരക്കഥാകൃത്ത്, ഹിറ്റ് തിരക്കഥാകൃത്തുക്കളായിരുന്നു അവർ തിരക്കഥാകൃത്തുകളായിരുന്ന സമയത്ത് തന്നെ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കുറേ കഥകൾ ആലോചിച്ചിരുന്നു. അതിലൊരു കഥയായിരുന്നു പഞ്ചാബി ഹൗസ്. എനിക്ക് തോന്നുന്നു 94-5 കാലഘട്ടങ്ങളിൽ തന്നെ അവർ ഓൾറെഡി ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അന്ന് പഞ്ചാബി ഹൗസിൻ്റെയും പുതുക്കോട്ട പുതുമണവാളൻ്റെയും ഒക്കെ സ്ക്രിപ്റ്റ് ഒരേ സമയത്ത് തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അന്ന് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ആയിട്ട് അവർ ആദ്യത്തെ സിനിമ ഓണാക്കാൻ വേണ്ടി നടന്നിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു പഞ്ചാബി ഹൗസ് കുറച്ച് ഹെവിയാണ്, അത് ഉടനെ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. എന്നിട്ടാണ് അവർ പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന സിനിമയിലേക്ക് കിടക്കുന്നത്. നമ്മളത് കണ്ടറിയാം. പഞ്ചാബി ഹൗസ് ഒരുപാട് കഥയ്ക്കുള്ളിൽ കുറെ കഥകളുണ്ട് ആ സിനിമയിൽ. കുറച്ച് ഹെവിയാണ് ആ സിനിമ, നല്ല ഹ്യൂമറാണ്, പക്ഷെ ആ സ്ക്രിപ്റ്റ് നല്ല ഹെവിയാണ്. പക്ഷെ പുതുക്കോട്ടയിലെ മണവാളൻ കുറച്ച് ലൈറ്റാണ് അത് വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയാണ് അവർ പുതുക്കോട്ട മണവാളാക്കി കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പഞ്ചാബി ഹൗസ് ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ അന്ന് ഏതൊരു സംവിധായകൻ്റെയും പോലെ ആദ്യം മോഹൻലാലിനെയൊക്കെ ഒരു മനസ്സിൽ ആലോചിച്ചു, പിന്നീട് ജയറാമായിരുന്നു, ജയറാമിനെ വെച്ച് ആലോചിച്ചു. എനിക്ക് തോന്നുന്നു അന്ന് ജയറാം, അതുപോലെ തന്നെ ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി, ഇങ്ങനെയായിരുന്നു അന്നത്തെ ഒരു ഹിറ്റ് കോംബോ എന്ന രീതിയിൽ അവർ ചിന്തിച്ചിരുന്നത്. പിന്നെ ഇവരൊന്നും ഒരുമിച്ച് കിട്ടില്ല എന്നറിയാം. പിന്നീട് അത് മാറി മറിഞ്ഞു. ഇന്നസെന്റിന്റെ റോളിലോട്ട് കൊച്ചിൻ ഹനീഫ വരുന്നു, ജഗതി ശ്രീകുമാറിന്റെ റോളിലോട്ട് ഹരിശ്രീ അശോകൻ വരുന്നു, മഞ്ജു വാര്യരും ദിവ്യ ഉണ്ണിയൊക്കെ മാറിയിട്ട് മോഹിനിയും ജോമോളും വരുന്നു. പിന്നീടാണ് ജയറാമിന്റെ റോളിലോട്ട് ദിലീപ് വരുന്നത്. ദിലീപിന് ശരിക്കും അതൊരു വലിയൊരു ലോട്ടറി തന്നെയായിരുന്നു പഞ്ചാബി ഹൗസ് ഒക്കെ. ഞാൻ പഞ്ചാബി ഹൗസ് കാണുന്നത് തൃശ്ശൂർ രാമദാസ് തിയേറ്ററിലാണ്. എനിക്ക് റിലീസായ ആദ്യത്തെ 2ാമത്തെ ദിവസമാണ്. അന്ന് വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ ഒരാഴ്ചക്ക് കഴിഞ്ഞപ്പോൾ ആ സിനിമയുടെ കളക്ഷൻ ഭയങ്കരമായിട്ട് കൂടി. അതൊരു എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിട്ട് മാറി. ദിലീപിന് അത് വലിയൊരു ഗുണം ചെയ്തു. ആ ഒരു സിനിമ ഹിന്ദിയിലോട്ട് പ്രിയദർശൻ റീമേക്ക് ചെയ്തപ്പോൾ അന്നത്തെ നായകൻ ഷാഹിദ് കപൂറിന് ഡബ് ചെയ്യാൻ വേണ്ടി, അല്ല ഊമയുടെ ശബ്ദം ഡബ് ചെയ്യാൻ വേണ്ടി ദിലീപിനെ വിളിച്ചു വരുത്തി എന്ന് പറയുമ്പോൾ ഒരു ദിലീപിന്റെ ഒരു മിടുക്ക് നമുക്കറിയാം. അതുപോലെ ഹരിശ്രീ അശോകനും ഒരുപാട് കൈ നിട്ടിട്ടുള്ള സീനുകളാണ് ഹരിശ്രീ അശോകന്റെ ഒക്കെ. അവർ ഒരുപാട് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരും. അതിലൊരു പ്രധാനപ്പെട്ട സിനിമയായിരുന്നു പഞ്ചാബി ഹൗസ്. എനിക്ക് തോന്നുന്നു പഞ്ചാബി ഹൗസ് 98 ഓണത്തിന് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അന്ന് ഹരികൃഷ്ണൻസും സമറിൻ ബദലേഹം ഒക്കെ പോലെ വമ്പൻ സിനിമകളുള്ളതുകൊണ്ട് അവരൊന്ന് റിലീസ് തള്ളി. എന്നിട്ട് ആ ഒരു സെപ്റ്റംബർ അവസാനം എന്തോണ് ആ സിനിമ റിലീസായത്. പക്ഷെ അത് ഓണത്തിനും റിലീസായതെങ്കിൽ ഹിറ്റ് ആവുമായിരുന്നു. പക്ഷെ എന്തായാലും അത് റിലീസ് മാറ്റിയത് നന്നായി. അതുകൊണ്ട് നല്ലൊരു റണ്ണ്, സോളോ റണ്ണ് തന്നെ ആ സിനിമയ്ക്ക് കിട്ടി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത് അനുരാഗ കൊട്ടാരം. വിനയൻ എന്ന ഹിറ്റ് സംവിധായകൻ 96 എന്നൊരു വർഷം കല്യാണ സൗഗന്ധികം എന്നൊരു ദിലീപിന് വലിയൊരു ഹിറ്റ് കൊടുത്തു. അവിടെ നിന്നാണ് ഇവരുടെ ഒരു യാത്ര വന്നത്. അതിനുശേഷം 5-6 സിനിമകൾ വിനയനും ദിലീപും ചെയ്തിട്ടുണ്ട്. അനുരാഗ കൊട്ടാരം രസമുള്ള സിനിമയാണ്. അതതിന് ഭയങ്കര സൂപ്പർ ഹിറ്റ് ഒന്നുമല്ല, പക്ഷെ അത്യാവശ്യം ഓടിയൊരു സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിന് അനുരാഗ കൊട്ടാരത്തിൽ ജഗതി ശ്രീകുമാറും ദിലീപ്, അതിൽ ചാൾസ്, അതുപോലെ തന്നെ ദിലീപ് ചാൾസും ജഗതി ശോഭരാജും, ചാൾസ് രോമരാജ് എന്നും പറഞ്ഞിട്ടുള്ളവരുടെ, അവർ സുവലക്ഷ്മി എന്ന് പറഞ്ഞ നായിക, കൽപ്പന, കൊച്ചിൻ ഹനീഫ, മണിയമ്പിള്ള രാജു, ആഗസ്റ്റിൻ, നല്ല രസമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. AK സാജനും AK സന്തോഷുമായിരുന്നു. അവർ ഒരുപാട് AK സാജനൊക്കെ ഒരുപാട് ഹ്യൂമർ സിനിമകൾ, മിന്നാമിനിങ്ങിനും മിന്നുകെട്ടും പോലത്തെ നല്ല രസമുള്ള സിനിമകളൊക്കെ തുറക്കാലത്ത് ചെയ്തു. പിന്നീടാണ് അദ്ദേഹം ആക്ഷൻ മോഡുള്ള അല്ലെങ്കിൽ ത്രില്ലർ സിനിമകളിലേക്കൊക്കെ പൂർണ്ണമായിട്ടും മാറിയത്. എന്തായാലും അനുരാഗ് കൊട്ടാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. പിന്നെ കൈക്കൂടുന്ന നിലാവ്. കൈക്കൂടുന്ന നിലാവ് കമൽ ഈ പൊഴിയും കടന്നതിന് ശേഷം ദിലീപിന് കൊടുക്കുന്ന ഒരു റോളാണ്. അത് നല്ലൊരു റോളായിരുന്നു ദിലീപിന്. നായകൻ ജയറാമാണ്, പക്ഷെ ദിലീപിന് നല്ല റോളായിരുന്നു. ശാലിനി ദിലീപ് കോംബോ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് ആ സിനിമ അന്ന് തിയേറ്ററിൽ എത്തുന്നത്. 98 വിഷുവിനായിരുന്നു. അന്ന് മറവത്തൂർ കനവും കന്മതവും, അതുപോലെ മഞ്ജു വാര്യർ അഭിനയിച്ച ദയ എന്ന് പറയുന്ന ഒരു സിനിമ, MTയുടെ, അങ്ങനെ ഒരുപാട് സിനിമകളുടെ കൂട്ടത്തിലാണ് കൈക്കൂടുന്ന നിലാവ് ഇറങ്ങുന്നത്. പക്ഷേ കൈക്കൂടുന്ന നിലാവ് അന്ന് തിയേറ്ററിൽ വേണ്ട പോലെ അന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ല. രഞ്ജിത്തായിരുന്നു അതിൻ്റെ എഴുത്ത്. ആ ഒരു സിനിമ എൻ്റെ ഓർമ്മയിൽ തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിലാണ് അന്ന് ഞാൻ പോയി കാണുന്നത് ആ ഒരു സിനിമ. അന്ന് പക്ഷെ അന്നും ഒരു ചർച്ച ഉണ്ടായിരുന്നത്, ആ സിനിമ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞത് അതിൽ ആ മുരളിയുടെ കഥാപാത്രം, അത് നമ്മുടെ ചിത്രം സിനിമയിലെ MG സോമന്റെ ഒക്കെ പോലെ അതിൻ്റെ ഒരു ക്ലൈമാക്സ് കുറച്ചുകൂടി മാറ്റി എഴുതാമായിരുന്നു എന്നൊക്കെ അന്നേ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സിനിമയാണ്. അതിൻ്റെ നല്ല ഒരു ഇമോഷൻസ് ഒരുപാട് വർക്കായിരുന്നു. നല്ല പാട്ടുകളാണ് ആ ഒരു സിനിമയിൽ. എന്തുകൊണ്ടും ജയറാമിനും ഒരു നല്ല പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം നേടിയെടുക്കാൻ ആ ഒരു സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട്.
പിന്നെ ഉള്ള സിനിമ മീനത്തിൽ താലികെട്ട്. മീനത്തിൽ താലികെട്ടും നല്ല രസമുള്ള സിനിമയാണ്. തിയേറ്ററിൽ അങ്ങനെ വലിയ ഒരു വിജയം അല്ലാതെ പോയ ഒരു സിനിമയാണ്. അതൊരു ഭയങ്കര ഒരു ബ്ലോക്ക് ബസ്റ്റർ ഒന്നുമല്ല. ഹിറ്റാണെന്ന് തോന്നുന്നു. ഹിറ്റാണ്, പക്ഷെ ബ്ലോക്ക് ബസ്റ്റർ അല്ല. ആ ഒരു സിനിമ രാജൻ ശങ്കരാടി, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള അസോസിയേറ്റ് ഡയറക്ടറാണ്. ജോഷിയിലൊക്കെ ഒരുപാട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഇന്ന് അദ്ദേഹം നമ്മളോട് ഇല്ല, അദ്ദേഹം വിട്ടുപോയി. അദ്ദേഹത്തിന്റെ മകൾ പാർവതി രാജശങ്കരാടി ഇന്ന് അഭിനയ രംഗത്തിട്ടുണ്ട്. ഈ ഒരു സിനിമയും AK സാജനും AK സന്തോഷവുമാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. ലാൽ ജോസ് ആണ് ഇതിന്റെ കഥ. ഈ സിനിമയുടെ ക്ലൈമാക്സും കുറച്ച് സീൻസ് ഒക്കെ ലാൽ ജോസ് അന്ന് എഴുതി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റൈറ്റേഴ്സിനായിട്ട് കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഒരു കെട്ടുറപ്പ് വരുത്തിയത് ലാൽ ജോസും പിന്നെ ലോഹിദാസിനെയൊക്കെ ലാൽ ജോസ് ഒന്ന് റെഫർ ഒക്കെ ചെയ്തിട്ടുണ്ട്. പോയിട്ട് ലോഹിദാസിനെയൊക്കെ പോയി കണ്ട് ലോഹിദാസിന്റെ അഭിപ്രായങ്ങളൊക്കെ എടുത്തിട്ടാണ് ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടും ദിലീപിന്റെ നല്ലൊരു റോളാണ്, നല്ല പാട്ടുകളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. എനിക്ക് തോന്നുന്ന സിനിമ അന്ന് കോമഡി അധികം ഇല്ല, കുറേ ഇമോഷൻസ് ഒക്കെ പോയതുകൊണ്ടായിരിക്കും അങ്ങനെ വലിയൊരു സൂപ്പർ ഹിറ്റിലേക്ക് ആ ഒരു സിനിമ അന്ന് പോവാതിരുന്നത്. പക്ഷെ ദിലീപ് പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്, എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് മീനത്തിൽ താലികെട്ട്. എനിക്ക് തോന്നുന്നു മീനത്തിൽ താലികെട്ടിന്റെ സമയത്ത് തന്നെ വേറെ ഏതൊരു സിനിമയിലേക്കും കൂടി ദിലീപിനാണ് നക്ഷത്ര താരാട്ടം തോന്നുന്നു. അത് ആദ്യം ദിലീപിന് വന്നൊരു വേഷമാണ്. അപ്പൊ രണ്ട് സിനിമ ഒരേ സമയത്ത് വന്നപ്പോൾ നക്ഷത്ര താരാട്ട് ദിലീപ് വിട്ടിട്ടാണ് മീനത്തിൽ താലികെട്ട് ചെയ്യാൻ പോയത്. പിന്നെ ദിലീപിനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൊക്കക്കുറവ് ഒരു അനുഗ്രഹമായ രണ്ട് സിനിമകൾ മീനത്തിൽ താലികെട്ടും പിന്നെ ഒന്ന് എനിക്ക് ജോക്കറാണ്. ഈ രണ്ട് സിനിമയിൽ എനിക്ക് പൊക്കം കുറഞ്ഞുകൊണ്ടാണ് അത്ര വേഷങ്ങൾ ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ ദിലീപ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മന്ത്രി മാളികയിൽ മനസമ്മതം എന്ന് പറയുന്ന സിനിമ, കലാമോൻ അൻസാർ. നമ്മൾ ആ സിനിമയെ കുറിച്ച് ഈ അടുത്ത് ഒരിക്കൽ വേറൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഷീലയുടെ മകൻ അഭിനയിച്ചൊരു സിനിമ 5 സ്റ്റാർ ഹോസ്പിറ്റലിലൂടെ വന്നതാണ്. അത് ഹൈസ്റ്റാർ ഷോവിന് ത്രൂ ഔട്ട് റോളുണ്ട്. ആ ഒരു സിനിമയിൽ ദിലീപ് ഒരു ഗസ്റ്റ് റോളാണ്. എനിക്ക് തോന്നുന്നു ദിലീപൊക്കെ അന്ന് കലാമോൻ അൻസാറിനോടുള്ള ബന്ധമായിരിക്കാം. ദിലീപ് നായകനായിട്ട് തിളങ്ങുന്ന സമയത്തും ഇത്തരത്തിലുള്ള സിനിമകളിൽ ചെറിയൊരു വേഷത്തിലും ദിലീപ് വന്നു പോയിട്ടുണ്ട്. ഒരു 2001 വരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദിലീപ് ഇതുപോലെ മറ്റു വലിയ താരങ്ങളുടെയോ അല്ലെങ്കിൽ വേറെ താരങ്ങളുടെ സിനിമയിലൊക്കെ കൂട്ടക്കളിയിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു മീശമാധവനൊക്കെ ശേഷമായിരിക്കും ദിലീപ് പൂർണ്ണമായിട്ടും ഒരു സൂപ്പർ സ്റ്റാർ ആയി അല്ലെങ്കിൽ ഒരു സോളോ ഹീറോ ലെവലിലോട്ട് പോയത്. പിന്നെ ഇടയ്ക്ക് ചൈന ടൗണും 2020 പോലത്തെ സിനിമകളിലൊക്കെയാണ് നമ്മളങ്ങനെ ഒരു കൂട്ടക്കളിയിൽ ദിലീപിനെ കണ്ടിട്ടുള്ളത്. എന്തായാലും മന്ത്രമാലയിൽ മനസ്സമ്മതം ഞാനൊക്കെ ഒന്ന് കാസറ്റ് എടുത്ത് കണ്ടിട്ടുള്ള സിനിമയാണ്. തിയേറ്ററിലൊന്നും അങ്ങനെ വിജയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ആ സിനിമയുടെ കഥ പോലും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മയില്ല. പിന്നെ ഓർമ്മച്ചെപ്പ് ലോഹിദാസിന്റെ ഭൂതക്കണ്ണാടിയും കാരുണ്യവും കന്മതം ഒക്കെ കഴിഞ്ഞിട്ട് ലോഹിദാസ് ചെയ്യുന്നത്. എനിക്കുള്ള കന്മതം കഴിഞ്ഞിട്ടാണ് 98 വിഷുവിനാണ് കന്മതം ഇറങ്ങുന്നത്. ഓർമ്മച്ചെപ്പ് 98 ഓണത്തിനാണ്. ലാലാണ് അതിലൊരു പ്രധാന വേഷം ചെയ്തത്, ചഞ്ചൽ എന്ന നായിക. പക്ഷെ അതില് ദിലീപിന് നല്ലൊരു വേഷമാണ്. പക്ഷെ ആ സിനിമ ഒരു ലാലിന്റെ സിനിമയാണ്. പിന്നെ അത് മാത്രമല്ല അത് സീരിയസ് മോഡുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ലോഹിദാസിന്റെ സിനിമകളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അധികം പേരൊന്നും കാണാത്തതോ അല്ലെങ്കിൽ അധികം പേര് ഓർക്കാത്ത ഒരു സിനിമ തന്നെയായിരുന്നു ഓർമ്മിച്ചത്. ഞാനും അന്ന് ഒരിക്കൽ കാസറ്റ് എടുത്തിട്ടോ എന്തോ ആ സിനിമ കണ്ടിട്ടത്, പിന്നീട് ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ അതിലൊരു പാട്ടൊക്കെ ഓർമ്മയുണ്ട്. ഒരു ബൈക്കിലൊക്കെ ലാലും ദിലീപൊക്കെ പോയിരുന്ന ഒരു പാട്ടൊക്കെ ഉള്ള ആ സീനൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതന്ന് തൃശ്ശൂർ സ്വപ്ന തിയേറ്ററിൽ ഈ പറഞ്ഞ ഒരു ഓണ സമയത്ത്. പക്ഷേ ഈ പറഞ്ഞ ഹരികൃഷ്ണൻസും സമറി ബദലഹേമിന്റെ ഒക്കെ ഒപ്പമാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അതങ്ങനെ വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നെ സുന്ദരക്കില്ലാടി 98 വിഷുവിന് ഇറങ്ങിയ സിനിമ. ദിലീപിന്റെ തന്നെ ആ വർഷം വിഷുവിന് കൈക്കൊടുന്ന നിലാവ് സുന്ദരക്കില്ലാടി മുരളീകൃഷ്ണ എന്ന് പറഞ്ഞ ഫാസിലിന്റെ വർഷങ്ങളോളം ഫാസിലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നാണ്. അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി നല്ല പ്രതീക്ഷയായിരുന്നു അന്ന് ആ സംവിധായകൻ സിനിമയിലോട്ട് വരുമ്പോൾ. പക്ഷെ അദ്ദേഹത്തിന് പിന്നീട് അധികം സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ല. ചന്ദാമാമയൊക്കെ ചെയ്തു. അദ്ദേഹമായിരുന്നു അന്ന് മാനാർമത്തായി സ്പീക്കിംഗ് ചെയ്യാനിരുന്നിരുന്നത്. പക്ഷെ അത് സംഭവിച്ചില്ല പല കാരണങ്ങൾ കൊണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം സിനിമയിലില്ല. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് ആരോ ഈ അടുത്ത് ഹരിശ്ര ശോകനാണോ ആരോ ഈ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വളരെ കഴിവുള്ള ഒരു സംവിധായകനാണ്. പക്ഷെ ഒന്ന് വിചാരിച്ച പോലെ ഒന്ന് ക്ലിക്കായില്ല. ഈ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയെന്ന് തോന്നുന്നു. ആ സിനിമ അന്ന് പരാജയമായിരുന്നു തിയേറ്ററിൽ, വലിയ വിജയമൊന്നും അല്ലായിരുന്നു. ഫാസിൽ തന്നെയാണ് അതൊക്കെ ഓർഗനൈസ് ചെയ്ത് നല്ലൊരു ബഡ്ജറ്റിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. ഫാസിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. നല്ല സ്റ്റാർ കാസ്റ്റും നല്ല പാട്ടുകൾ, ഔസേപ്പച്ചന്റെ നല്ല അടിപൊളി പാട്ടുകളായിരുന്നു. എനിക്കൊന്ന് അനീതിപ്രാവിന് ശേഷം ഔസേപ്പച്ചന്റെ ഒരു ആൽബം അന്നൊരു കാസറ്റൊക്കെ ഞാനൊക്കെ മേടിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊരു കാസറ്റിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ 2 സിനിമകൾ ഉണ്ടാവും. ഒരു സൈഡിൽ 6 പാട്ട്, മറ്റേ സൈഡിൽ 6 പാട്ട്, 12 പാട്ടുകളായിരിക്കുമല്ലോ അന്നൊരു കാസറ്റ് ഉണ്ടാവും. 60 മിനിറ്റിലേക്ക് ഒരു കാസറ്റ്. എന്തായാലും സുന്ദരകില്ലാടി അന്ന് നല്ലൊരു സിനിമയാണ്. തൃശ്ശൂർ രാമദാസ് തിയേറ്ററിൽ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ട ഒരു സിനിമയാണത്. പിന്നെ കല്ലുകൊണ്ടൊരു പെണ്ണ് ഈ പറയുന്ന കുറച്ച് കാലം കഴിഞ്ഞിറങ്ങിയതാണ്. കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന് പറഞ്ഞ സിനിമ. ആ ഒരു സിനിമ എനിക്ക് കുറച്ച് പെട്ടി കടന്നിട്ടുണ്ട് ആ സിനിമ. അതൊരു സീരിയസ് സിനിമ, ശ്യാം പ്രസാദിന്റെ ഒരു സിനിമ എന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു കാറ്റഗറി പെടുന്ന ഒരു സിനിമയാണ്. വിജയശാന്തി ആക്ഷൻ ഹീറോയിനായിട്ട് നൽകുന്ന വിജയശാന്തിയുടെ ശക്തമായിട്ടുള്ള റോളായിരുന്നു ഒരു സിനിമയിൽ. അതിൽ
ദിലീപ് നല്ലൊരു വേഷം തന്നെയാണ് ദിലീപ് ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി നല്ല റോളുണ്ട്. പക്ഷെ അതൊരു വിജയശാന്തിനെ ഫോക്കസ് ചെയ്ത് പോകുന്നൊരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ ആ സിനിമയെ ഒന്ന് തിയേറ്ററിലും ശ്രദ്ധിക്കപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയൊരു അപ്രിസിയേഷനും ഒന്നും കിട്ടിയിട്ടില്ല. ഒരു നല്ല സിനിമ എന്ന രീതിയിൽ ശ്യാം പ്രസാദ് സിനിമ രീതിയിൽ അത് അങ്ങോട്ട് പോയി. പിന്നെ വിസ്മയം, രഘുനാഥ് പലേരി ഡയറക്ട് ചെയ്തിട്ടുള്ള സിനിമയാണത്. ആ സിനിമ അന്ന് തിയേറ്ററിൽ വിജയമല്ല. പക്ഷെ പിന്നീട് ടി വിയിലൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് പലരും കണ്ടിട്ട് ആ സിനിമയുടെ ഹ്യൂമർ സീൻസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ദിലീപും ഇന്നസെന്റും ശ്രീനിവാസനൊക്കെയാണ്. രഘുനാഥ് പലേരിയുടെ നമ്മൾ മുമ്പൊരു എപ്പിസോഡ് പറഞ്ഞല്ലോ, രഘുനാഥ് പലേരി നല്ല സിനിമകൾ എഴുതുന്ന ഒരാളാണ്. പക്ഷെ രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സത്യൻ അന്തിക്കാട് സിനിമകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഡയറക്ട് ചെയ്ത വളരെ കുറച്ച് സിനിമകളായിരുന്നു. എനിക്കൊന്ന് വിസ്മയം സിനിമയുടെ അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ അൻവർ റഷീദായിരുന്നു. ഒരുപാട് വേണുഗോപാൽ ക്യാമറ, എഡിറ്റിംഗ് ശങ്കുണ്ണി, മ്യൂസിക് ജോൺസൺ, അങ്ങനെ വലിയൊരു ക്രൂ തന്നെയായിരുന്നു സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചത്. പക്ഷെ ആ സിനിമ അന്ന് വിചാരിച്ച പോലെ ഒരു വിജയമായി മാറിയില്ല. എന്തായാലും 98 എന്ന് പറയുന്ന ഒരു വർഷം പഞ്ചാബി ഹൗസ് ആണ് ദിലീപിന്റെ കരിയർ മാറ്റിയത്. പഞ്ചാബി ഹൗസ് ഇറങ്ങിയ ശേഷം ആ നവംബറിൽ 98 നവംബറിലാണ് ദിലീപ് അന്ന് മഞ്ജു വാര്യരെ കല്യാണം കഴിക്കുന്നത്, ഒരു കുടുംബനാഥനാവുന്നതും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു അതിനുശേഷം. പക്ഷെ 99 എന്നൊക്കെ പറഞ്ഞ വർഷത്തേക്ക് അദ്ദേഹത്തിന് കുറച്ച് മോശം സമയമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കത് മറ്റൊരു എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഈ 98 എന്ന് പറഞ്ഞ വർഷത്തെ ഞാൻ ഇത്രയും പടങ്ങൾ ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ പഞ്ചാബി ഹൗസ് തന്നെയായിരിക്കും എല്ലാവരുടെയും. എങ്കിലും നിങ്ങളൊന്ന് തിയേറ്ററിൽ പോയി കണ്ട ആ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.